യെസ്. തന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വഴിഞ്ഞു കയറി വരരുതെന്ന്. ഞാൻ നോക്കിയിട്ടാ സാർ വന്നത്. നോക്ക് ചെയ്തു. എന്താണ് വയ്യില്? ട്രഷറി കൊടുക്കേണ്ട ബില്ലുകളാ. ഇന്ന് 11 മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നാളെ കൊടുക്കാം. സാറിന്റെ ടി എ ബില്ലുകളാ കൂടുതൽ. നാളെ കൊടുക്കാം അല്ലേ സാർ? ഇങ്ങോട്ട് വേണം. നാളത്തേക്കൊന്നും ഉണ്ടാക്കണ്ട. എടോ, ഇയാള് പോയി 3-4 ചായ പറ. ഞാൻ കോൺസ്റ്റബിളിനെ അയക്കാം സാർ. ഇയാള് പോയി പറഞ്ഞാൽ എന്താ? ഇയാള് പറഞ്ഞാ മതി. ഓ, ദുരഭിമാനം. സാർ, കുറച്ചുകൂടെ ഒക്കെ ഡീസന്റ് ആവാം. ഒന്നുമില്ലേലും അയാളൊരു സബ് ഇൻസ്പെക്ടർ അല്ലേ? ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം. വക്കീലിനെ പണി ചെയ്താൽ മതി. വരൂ. തൊഴിലേക്കാൻ കോടതി മതി. ഇവരല്ലേ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന സാക്ഷി? അതെ. നിങ്ങളല്ലേ സീതയുടെ അമ്മ? അതെ. ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് സർ. കാലത്ത് BA-യും MA ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളപ്പോ മകൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകളെ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ്? രാജവംശമല്ലേ, അല്പം അതിര് വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പിക്കാൻ നോക്കണ്ട. അവരുടെ മൊഴിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. PP കയറി ഡിഫൻസ് വക്കീലാവണ്ട. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ഥിരീകരിക്കാനുള്ള ബാധ്യതയൊന്നും എനിക്കില്ല. സാക്ഷികൾ ജെനുവിനാണോ എന്ന് എനിക്ക് കൂടെ ബോധ്യമാവണം. നിങ്ങളുടെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്ലീസ്, നിങ്ങൾ പോകുന്നോ ഞാൻ പോണോ? എന്റെ അമ്മോ തൊലയ്ക്കും, അയാൾ എല്ലാം തൊലയ്ക്കും. എന്നെ നശിപ്പിച്ച അയാൾ അടങ്ങും. തനിക്ക് എവിടുന്ന് കിട്ടിയോടോ ഈ സാധനത്തിനെ? ഒരു കാര്യം ചെയ്, താൻ ആ വാലടച്ച് കുറ്റിയുടെ പെണ്ടാരം മിണ്ടാതെ വരും. എന്റെ അമ്മോ ദേ വന്നു. ഹലോ. യെസ് യെസ്. ഇത് മുഴുവൻ അസംബന്ധമാണ്. മൊഴികൾ, രേഖകൾ, സാക്ഷികൾ എല്ലാം കൃത്രിമമാണ്. ക്രൈമുമായിട്ട് പുല ബന്ധം പോലും ഇല്ല. ചില ജെനുവിൻ കേസുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ ചില ലിങ്ക്സ് കണക്ട് ചെയ്യാൻ 1-2 സാക്ഷികളെ പ്രോസിക്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 100% കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ചൊരു കേസുണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തോന്നാ പറഞ്ഞോണ്ട് വരുന്നത്? ഒരാൾ കൃത്യം ചെയ്തതിന് മുമ്പ് അതിൽ സാക്ഷിയാകേണ്ടവരെയൊക്കെ മുന്നറിയിപ്പ് നൽകി വിളിച്ചു നിർത്തി ആ കൃത്യം ചെയ്യണമെന്ന്. പ്രതി കുറ്റം ചെയ്തതെന്ന് ബോധ്യമായാൽ അത് തെളിയിക്കേണ്ട ചുമതല പോലീസിനാണ്. 10-30 വർഷമായി സാറേ ഈ വേഷം കെട്ടി ആടാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഒരു കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി നടപ്പില്ല. കേസ് തെളിയണമെങ്കിൽ മെനക്കെടണം, അധ്വാനിക്കണം. ശരീരം കൊണ്ട് മാത്രം പോരാ, ഇതുകൂടെ പ്രവർത്തിക്കണം. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പോയി തൊലയട്ടെ. തെളിയാത്ത എത്രയോ കേസുകൾ എത്രയോ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നു. അതിനോട് ഒരെണ്ണം കൂടെ കൂടും. എന്നാലും ഒരു നിരപരാധി അപരാധിയാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അത് കളങ്കമാവും. വേണ്ട സാർ, ജുഡീഷ്യറിക്ക് കളങ്കം ഉണ്ടാക്കുന്നൊന്നും സാർ തൊടണ്ട. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വരെ എൻഗേജ്മെന്റ് ഉണ്ടെന്നോ പ്രതികളെ പരിചയമുണ്ടെന്നോ സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞെന്നാ മാത്രം മതി. ഈ കേസ് എനിക്ക് റാപ്പോർട്ടുള്ള വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ജയിച്ചോളാം. ജയിക്കില്ല സാർ, ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാൻ പോലും തെളിവിനകത്തില്ല. ഒരു നിരപരാധിയെ കരുവാക്കി പതക്കവും പ്രമോഷനും ഇവിടെ ആരും നേടണ്ട. ഞാനിതൊക്കെ ഓപ്പൺ കോർട്ടിൽ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കാണാൻ ഏത് കോടതി കേസ് കേൾക്കുന്നു. ഞാനും ഈ ചെരപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. വേറെ ഏത് പബ്ലിക് പ്രോസിക്യൂട്ടറാ ഉള്ളത്? നമുക്ക് ചേരുന്ന ഒരാൾ? എല്ലാവരും എൻഗേജ് ആണ് സാർ. അതുകൊണ്ടാ അന്ന്. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു BP യെ കൊണ്ട് കേസെടുപ്പിച്ചാലും വേറൊരു പ്രോബ്ലം ഉണ്ട് സാർ. പല തട്ടുകളിലാണെങ്കിലും കാര്യമുള്ളതുകൊണ്ട് ഒരു കോമൺ കോഴ്സ് വരുമ്പോൾ പ്രോസിക്യൂട്ടേഴ്സ് എല്ലാം യോജിക്കുമോന്ന എന്റെ സംശയം. കുരുവിളയുടെ നിലപാടറിഞ്ഞ് മറ്റു BP-മാർ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും സാർ? കൂട്ടത്തോടെ ഈ കേസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ? ഈ കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിക്കാൻ പോകുന്നില്ല. പിന്നെ ബ്രഹ്മാവ് വിചാരിച്ചാലാണോ ആയുസിന് പഞ്ഞം?
കോവിലകം കേസ്. സുപ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ ജഗദീഷ് ടി നമ്പ്യാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഔട്ട്. യു ആർ ഔട്ട് ഫ്രോം ദിസ് കേസ് ഫോർ എവർ. ഇനി താൻ മൈക്ക് വെച്ച് ഡിക്ലെയർ ചെയ്തു. കേൾക്കാൻ ആരും കാണില്ല, താൻ മാത്രമേ ഉണ്ടാവൂ. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ആവശ്യം വന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സേവനം തേടാം. ആ റിക്വസ്റ്റ് കോർട്ട് അംഗീകരിച്ചേ പറ്റൂ. അതിന് നിയമസാധുതയുണ്ട്. മറ്റാരായിരുന്നെങ്കിലും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ 10-15 ദിവസം വേണ്ടി വന്നേനെ. എനിക്ക് 24 മണിക്കൂറുകളും വേണ്ടി വന്നില്ല. ഇപ്പോൾ മനസ്സിലായി കാണും സുഗുണപാലന്റെ റേഞ്ച് എന്താണെന്ന്. ഇതുവരെ എനിക്ക് ഈ കേസ് ജസ്റ്റ് എ കേസ് മാത്രമായിരുന്നു. പക്ഷേ ഇനി ഇതിന്റെ പ്രസ്റ്റേജ് ആണ്. എനിക്കിത് ജയിച്ചേ പറ്റൂ. മൈ ഫുട്ട്, ഹൗ ഡെയർ യു സേ ദാറ്റ്? മേൽത്തട്ടിലുള്ള യജമാന്മാരുടെ കാല് കഴുകിയ വെള്ളം തീർത്ഥം പോലെ 365 ദിവസം സേവിക്കുന്നവർക്ക് ഇതിലപ്പുറവും സാധിക്കും. ആ റേഞ്ചും ഇൻഫ്ലുവൻസും കോടതിയുടെ മതിൽ പുറത്തേ നിൽക്കൂ. അത് നമുക്ക് കാണാം. ഞാനും ഈ ചെരുപ്പ് തുടങ്ങിട്ടെ കുറെ കാലമായി വക്കീലേ. എങ്കിൽ അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം സാർ. ഹലോ, ജഗദീഷ് ടി നമ്പ്യാർ ഹിയർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പണിക്ക് ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല, വല്ലാത്ത പ്രഷർ വന്നു. വളരെ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചാൽ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ശരി, ക്ലബിൽ കാണാം. അപ്പോ എവിടെയാ നിർത്തിയത്? ഒന്നാം സാക്ഷി സീതക്കുട്ടിയുടെ അമ്മ. യെസ്, സീതക്കുട്ടിയുടെ അമ്മ. അവരെ ഒഴിവാക്കണം. കാരണം അവര് പ്രൊഫഷണൽ അല്ല. ശരിക്കും ക്രോസ് ചെയ്താൽ പൊട്ടിപ്പോകും. അത് കേസിന് ക്ഷീണാവും. ബാക്കി സാക്ഷികളൊക്കെ ഓക്കെ, തന്റെ സെലക്ഷൻ കൊള്ളാം. പക്ഷേ ഇതൊന്നും പോരാ. ഒരു പ്രധാനപ്പെട്ട സാക്ഷി കൂടെ വേണം. ഒരു ഐ വിറ്റ്നസ്, ഒരു പെക്യൂലിയർ നേച്ചറുള്ള ഒരാൾ. അല്ല, ഈ പെക്യുലർ നേച്ചർ എന്ന് വെച്ചാൽ? പെക്യൂലിയർ നേച്ചർ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു സാക്ഷി ഒരു സംഭവം കണ്ടു എന്ന് കോടതിയിൽ പറയുന്നു. ചുമ്മാ കണ്ടു കേട്ടു എന്ന് പറഞ്ഞാ പോരാ. അയാൾ സംഭവ സ്ഥലത്ത് ചെന്നതിനും സംഭവം കണ്ടതിനും യുക്തി വേണം. അല്ലെങ്കിൽ കോടതി അയാളെ ലോണർ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. നമുക്ക് ഒറിജിനൽ ഐ വിറ്റ്നസ് ഇല്ല. അല്ല, ഒരു വിറ്റ്നസ് ഒറിജിനൽ ഇല്ല. അത് വേറെ കാര്യം. അപ്പോ ഒരു ഐ വിറ്റ്നസിനെ ക്രിയേറ്റ് ചെയ്യണം. കോടതിക്ക് ബോധ്യമാവുന്ന ഒരാളെ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ അതല്ല. താൻ എന്തിനാ ആവശ്യമില്ലാതെ ആ കുരുവിളെ പ്രൊവോക്ക് ചെയ്തത്? താൻ അടങ്ങിയിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ ചുമ്മാ ഇരുന്നേനെ. താൻ അയാളെ ചലഞ്ച് ചെയ്തപ്പോ പ്രശ്നം വഷളായില്ലേ? അയാൾ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് പ്രതിഭാഗം വക്കീലായാൽ എന്ത് ചെയ്യും? പ്രശ്നം തന്നെയാ. തമ്പുരാന്റെ മറുപടി ഒന്നും പറയാത്തത്? വക്കാലത്ത് വരെ കൊടുത്തുപോയോ? അതോ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അല്ല സാർ, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടാഞ്ഞിട്ടാ. ഈശ്വരൻ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് ബോധ്യായി. പണ്ട് ശ്രീകൃഷ്ണനെ തേടി കുചേലൻ ചെന്നു. ഇന്ന് ഈ കുചേലനെ തേടി. എന്താ തമ്പുരാനെ? ഒന്നുമില്ല, എല്ലാ വഴികളും അടഞ്ഞു. മറ്റൊരു മാർഗവും മനസ്സ് തോന്നിയതുമില്ല. എന്റെ ഉണ്ണിക്ക് സർക്കാർ അനുവദിക്കുന്ന സൗജന്യ വക്കീലേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴാ സാറ്. എന്നെക്കാൾ ഒരുപാട് സീനിയറായ ഒരാൾ എന്നെ സാറേ എന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നെ കണ്ട സീനിയർ ആണെന്ന് തോന്നുന്നു. വലിയൊരു മനുഷ്യന്റെ ജൂനിയർ ആയിരുന്നു ഞാൻ. ഈ പ്രൊഫഷന് വേണ്ട മിനിമം ഡിസിപ്ലിനൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാനും ചോദിച്ചോട്ടെ, അധിക പ്രസംഗം തോന്നിയ ക്ഷമിക്കണം. എന്താ ഈ മാറ്റത്തിന് കാരണം? പ്രധാന കാരണം എന്റെ സീനിയർ എനിക്ക് തന്ന ഉപദേശം തന്നെയാണ്. ഒരു ലോയർക്ക് തന്റെ സാമർഥ്യം കൊണ്ട് ഒരു കുറ്റവാളി രക്ഷപ്പെടുത്താൻ കഴിയും, ശിക്ഷിക്കാനും കഴിയും. പക്ഷേ ഒരു നിരപരാധിയെ രക്ഷിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. ഏത് പ്രൊഫഷനിലെ അതിന്റെ ചില എത്തിക്സ് ഒക്കെ. വരട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഭാഗം വക്കീലായി അല്ലേ? പോലീസ് നിങ്ങളും ചേർന്നുള്ള ഈ ഒത്തുമാറ്റം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാ. പക്ഷെ ഇതുകൊണ്ടൊന്നും തമ്പുരാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാതിരിക്കുന്ന നല്ലത്. ജയിച്ചാലും തോറ്റാലും അയാൾ ശിക്ഷ അനുഭവിക്കും. തോറ്റ് ശിക്ഷ അനുഭവിക്കുന്ന നല്ലത്. ജീവനോടെയെങ്കിലും ഇരിക്കാം. ഈ കേസ് നിങ്ങൾ ജയിച്ചാൽ വിധി പറയുന്ന ദിവസം ഈ കോടതി വരാന്തിയിൽ വെച്ച് അവനെ കുത്തിപ്പണ്ട ഞങ്ങൾ പുറത്തെടുക്കും. ഈ പണ്ടവും കുടലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോ സാറിനെ വിട്ടേരെ?
പൗരസമിതി സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഒന്നും അയ്യോ, എന്നെ തല്ലല്ലേ. ഞാൻ സാറിന്റെ ഡ്രൈവറായിട്ടോ. I hope everything is in order. Mr. Nambia, witness examination തുടങ്ങാം. Any more witnesses for the prosecution, Mr. Nambia? Yes, Your Honor. I have one more witness, and it's an eyewitness. Yes. കുഞ്ഞിരാമൻ 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 I object, Your Honor. പ്രോസിക്യൂഷൻ ആദ്യമേ ഹാജരാക്കിയ സാക്ഷിപ്പട്ടികയിൽ ഇങ്ങനെ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഹെൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ്. ഈ വിറ്റ്നസ് സാക്ഷിപ്പട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു. ഇതുപോലൊരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത്. എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ വിറ്റ്നസ് ആയി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പ്രതിഭാഗം വക്കീലാണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എ ലയർ. ജുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൗൺസിൽ ആയതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. യെസ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി യുവർ ബിസിനസ്. അല്ലെന്ന് ഈ ബാറിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ. എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞു മാറി. കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്. കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് പുറത്ത് ഈ വസ്ത്രമണിയുന്നവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. എ കോഡ് ഓഫ് കോണ്ടക്ട്. പത്രങ്ങളിൽ മുഴുത്ത അക്ഷരങ്ങൾ പേരടിച്ചു വരാൻ ഒരു അഭിഭാഷകൻ ഒരിക്കലും തന്നെ സഹജീവികളെ തരം താഴ്ത്താറില്ല. ബട്ട് യു ആർ an exception, മിസ്റ്റർ നമ്പ്യാർ. ഐ pity you. Better you regret. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്കുള്ള ചുവടുമാറ്റത്തിന് എന്തെല്ലാം യുക്തികൾ നിങ്ങൾ നിരത്തിയാലും അത് സ്വീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല. ഒരു അഡ്വക്കേറ്റിനോട് തന്റെ സഹോദരന് വേണ്ടി യാചിക്കുന്ന പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം. പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു ലോയർ ഏത് വികാരത്തിന് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ്. നോ, പ്ലീസ് ഡോണ്ട് ബി സോ ക്രൂവൽ, മിസ്റ്റർ പ്രോസിക്യൂട്ടർ. നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞു തീർക്കും. പക്ഷേ ഒരു ജന്മം മുഴുവൻ അതിന്റെ ദുരന്തം ആ പെൺകുട്ടി അനുഭവിച്ച് തീർക്കേണ്ടി വരും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ, ഒരു തെറ്റുമില്ല. മിസ്റ്റർ കുരുവിള തന്നെ. Shut up. ഇത് കോടതിയാണ്. ചോദിച്ചാൽ മാത്രം ഉത്തരം, അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടിരുന്നാ മതി. അണ്ടർസ്റ്റാൻഡ്? മിസ്റ്റർ കുരുവിള. യെസ് യുവർ ഓണർ. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ തർക്കത്തിനും വെല്ലുവിളിക്കും ഈ കോടതി ഒരു വേദിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്. മിസ്റ്റർ കുരുവിള, ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത്? ഒരു കാരണവശാലും ഈ സാക്ഷിയെ അനുവദിക്കരുത് യുവർ ഓണർ. മിസ്റ്റർ കുരുവിള, അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഐ വിൽ റെക്കോർഡ് യുവർ ഒബ്ജക്ഷൻ വെരി സ്ട്രോങ്ലി. അതിന്മേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ, യു മേ പ്രൊസീഡ്.